ആര്യങ്കാവ് കടമ്പാട്ടുകോണം ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അലേമൺ വില്ലേജിൽ നിന്നും വീടുള്ള വസ്തു വിട്ടുകൊടുക്കുന്നവർ ആശങ്കയിൽ. താമസയോഗ്യമായ വീടുകൾ ഉൾപ്പെടെ വസ്തു വിട്ടുകൊടുക്കുമ്പോൾ വീടുകൾക്ക് ന്യായവില ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. അലേമൺ വില്ലേജിൽ നിന്ന് വീടും വസ്തുവും വിട്ടുകൊടുക്കുന്നവർ സ്പെഷ്യൽ തഹസിൽദാർക്ക് നിവേദനം നൽകി. ഏതാണ്ട് 47ഓളം വീടുകൾ ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് മാറ്റപ്പെടുകയും അങ്ങനെ മാറ്റുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ 3D ഇറങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സ്പെഷ്യൽ തഹസിൽദാർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ അവസരത്തിൽ ഒന്നും തന്നെ പറയാത്ത ഒരു നിയമമാണ് ഇപ്പോൾ പറയുന്നത്. അലയമൺ വില്ലേജിൽ നിന്നും വീടും വസ്തുവും വിട്ടുകൊടുക്കുന്നവർ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേയുടെ ഓഫീസിലെ സ്പെഷ്യൽ തഹസിൽദാർക്ക് നിവേദനം നൽകി. ന്യായമായ വിലയും താൽക്കാലിക താമസത്തിന് 1 വർഷം വരെ വീട്ടുവാടകയും നൽകാമെന്ന വാഗ്ദാനം അധികൃതർ ഉപേക്ഷിച്ച മട്ടിലാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഓരോരുത്തരും അവരവർ താമസിക്കുന്ന വീടിന്റെ ഏജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അവരെല്ലാം പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ 18 വർഷവും 15 വർഷവും 10 വർഷവും അങ്ങനെ പല വർഷങ്ങളുടെ പഴക്കമുള്ള വീടുകളാണ് അവിടെ ഉള്ള നിലവിലുള്ളത്. അപ്പൊ ഈ ഏജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ആളുകളുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത് ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ആ വീട് നിർമ്മിക്കുന്നതിനുള്ള മൂല്യം കണക്കാക്കി സർക്കാർ കൊടുക്കൂ എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. 15 വർഷത്തിന് മുമ്പ് നിർമ്മിച്ച ഒരു വീടിന്റെ മൂല്യം 15 വർഷത്തെ വിലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ നിലവാരമുള്ള സ്ക്വയർ ഫീറ്റ് അളവുള്ള ഒരു വീട് പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും. വീടുകളുടെ കാലപ്പഴക്കം കണക്കാക്കി വില നൽകാമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ വിലയിട്ടാൽ 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വീടുകൾക്ക് തുച്ഛമായ വില മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ തുക കൊണ്ട് താമസയോഗ്യമായ ഒരു വീട് നിർമ്മിക്കാൻ കഴിയില്ലെന്നാണ് വീടുള്ള വസ്തുക്കൾ വിട്ടുകൊടുക്കുന്നവരുടെ പരാതി. അതിന് ഏജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു മാരണം ഒഴിവാക്കുകയും ചെയ്യണം എന്നാണ് ഈ ആളുകളെല്ലാം ആവശ്യപ്പെടുന്നത്. അതാണ് നമുക്ക് ഇന്ന് ഇവിടെ തഹസിൽദാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഇനി കളക്ടറേറ്റിലും അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിമാരടുത്ത് ഈ ആവശ്യം ഉന്നയിക്കാനാണ് ആളുകളെല്ലാവരും തീരുമാനം. അലേമൺ വില്ലേജിലെ കുടുംബങ്ങളാണ് പരാതിയുമായി അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിൽ എത്തിയത്. വീടുകൾ നഷ്ടമാകുമ്പോൾ അതിനു പകരം വീട് നിർമ്മിക്കാൻ തക്കതായ വില നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മതിയായ നഷ്ടപരിഹാരം സർക്കാർ നൽകുമെന്ന വാഗ്ദാനം ആദ്യകാലത്ത് നൽകിയ അധികൃതർ ഇപ്പോൾ കാലുമാറിയെന്നാണ് ആക്ഷേപം. സർക്കാർ നടപടിക്രമങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടന്നതോടെയാണ് അധികൃതർ പഴയ നിലപാട് മാറ്റിയതെന്ന് പരാതിക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.